ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ട് വെറും 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി വെക്കാവുന്ന നല്ല അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാൻ വെച്ച് ഇതിലോട്ട് നമുക്ക് 1 കപ്പിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർമെൻറ്റ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാ അളവും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഈ പഞ്ചസാരയെ നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. ശരിക്കും നമ്മൾ ഒറ്റനൂൽ പരുവത്തിൽ റെഡിയാക്കി എടുക്കാറില്ല. അതായത് നമ്മൾ കയ്യിൽ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിൽ വേണം നമ്മൾ പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാരയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഒന്ന് വലിഞ്ഞു പോകുന്ന ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കയ്യിൽ തൊടുമ്പോൾ ഇങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാകും, കണ്ടില്ലേ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിന് വേണം നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം നമുക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ അളന്നിരിക്കുന്ന കപ്പിൽ 2 കപ്പ് പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാര പാനിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 കപ്പ് എടുക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പാൽപ്പൊടി എടുക്കുന്നത് അതേ കപ്പിന് തന്നെ 2 കപ്പ് പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തവി വെച്ച് യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് കൂടി കുറച്ച് കുറച്ചായി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 കപ്പും ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശരിക്കും പഞ്ചസാര പാനിയായിട്ട് യോജിച്ച് വരുന്നത് വരെ തവി വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാരപ്പാനി ഉണ്ടാക്കി കഴിഞ്ഞപാട് തന്നെ നിങ്ങൾക്ക് ആ ഏലക്ക എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഞാനതൊന്ന് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി സമയം കൂടി നമുക്കൊന്ന് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതായത് ഒത്തിരി ലൂസായിട്ട് പാടില്ല, കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്ന പാകത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക മാറ്റിയിട്ട് ഏലക്ക ചേർക്കണമെന്നില്ല. അതിന് പകരം വാനില എസൻസോ വാനില പൗഡറോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേക്ക് അകത്തോട്ടേക്ക് ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെയൊക്കെ ബൗളുള്ളതെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ താഴ്ഭാഗത്ത് ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം തറയിൽ വെച്ച് നല്ലതുപോലെ തട്ടി കണ്ടില്ലേ, കറക്റ്റ് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മിൽക്ക് പൗഡർ മിക്സ് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ശരിക്കും നിങ്ങൾ ഏത് പാത്രത്തിനകത്താണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രം ഒന്ന് റെഡിയാക്കി വെക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനകത്തോട്ടേക്ക് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ തറയിൽ വെച്ച് തട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്തയും അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പിസ്ത ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് കറുത്ത ഉണക്ക മുന്തിരി കൂടി ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഗാർണിഷ് ചെയ്തിരിക്കുന്നതൊക്കെ ഇതിനകത്ത് ശരിക്കും ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാം. ഏകദേശം 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ ഇത് നല്ല സെറ്റായി കിട്ടും. അപ്പോൾ ഒന്ന് സെറ്റ് ആയതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിനകത്ത് നിന്ന് ഇതൊന്ന് മാറ്റാം.
അപ്പം ഞാനിത് ബട്ടർ പേപ്പറിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് സ്ക്വയർ ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തൊട്ട് നോക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിനാണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടി സമയം അധികം വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിൽ നമുക്ക് ശരിക്ക് മുറിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.